ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിരാമയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോകളൊക്കെ ചെയ്തിട്ട് അപ്പോൾ നമ്മുടെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത്രയും ഒരു ഗ്യാപ്പ് വന്നത്. അപ്പോൾ എന്തിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഒരു ടോപ്പിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വന്നത്. അപ്പോൾ അത് തന്നെ അങ്ങ് എടുത്തേക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചോദിക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ ചെന്ന് നമ്മൾ പറയേണ്ടത് എന്നതിനെക്കുറിച്ച് തന്നെ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് അസുഖമാണ് നമുക്കുള്ളത് അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങളാണ് നമ്മൾ കാണിക്കുന്നതെന്നാണ് പറയേണ്ടത്. അത് ഏതൊക്കെ ലക്ഷണങ്ങളാണ്, അതിനൊരു ഓർഡർ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു പനിയാണ് വരുന്നതെങ്കിൽ ആദ്യം ചിലപ്പോൾ തൊണ്ടവേദനയായിട്ടായിരിക്കാം, അല്ലെങ്കിൽ നേരിയ മൂക്കൊലിപ്പ് പോലെയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആദ്യം കാണിക്കുന്ന ലക്ഷണം. അത് കഴിഞ്ഞിട്ട് 1, 2, 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും പനിയിലേക്ക് മാറുന്നത്. അപ്പോൾ അങ്ങനെ ഏതൊക്കെ സെറ്റ് ഓഫ് സിംറ്റംസ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ ലക്ഷണങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ അത് ആ ഓർഡറിൽ തന്നെ പറയണം. കാരണം ഓരോ ലക്ഷണത്തിനനുസരിച്ച് നമ്മുടെ അസുഖത്തിനും വ്യത്യാസം വരുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രത്യേക സമയത്ത് ലക്ഷണങ്ങൾ കൂടുന്നതായിട്ടോ അല്ലെങ്കിൽ അത് കുറയുന്നതായിട്ടോ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറയേണ്ടതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ തലവേദനയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ചിലർക്ക് ഉച്ച സമയത്ത് തലവേദന കൂടുന്നതായിട്ടും സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തലവേദന പതുക്കെ കുറയുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുപോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയണം. അടുത്തതായിട്ട് ഭക്ഷണക്രമത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ രാവിലെ എന്തൊക്കെയാണ് കഴിക്കുന്നത്, ഉച്ച സമയത്ത് എന്താണ് കഴിക്കുന്നത്, വൈകുന്നേരം എന്താണ് കഴിക്കുന്നത്, അത്താഴത്തിന് നമ്മൾ എന്താണ് കഴിക്കുന്നത്, ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള ഡയറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? കീറ്റോ ഡയറ്റ്, പ്രോട്ടീൻ ഡയറ്റ്, എഗ് ഡയറ്റ്, അങ്ങനെ പറഞ്ഞ് ഒത്തിരി ഡയറ്റിംഗ് വിഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് എന്തെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്തിരുന്നെങ്കിൽ അതും എന്തായാലും ഡോക്ടറിൻ്റെ അടുത്ത് നമ്മൾ പറയണം. പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ, നെഞ്ചെരിച്ചിൽ, വയറുവേദന, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ച ഉടൻ തന്നെ ബാത്റൂമിൽ പോവുക, അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ ഒരു ഡോക്ടറോട് തുറന്നു പറയേണ്ടതാവുന്നു. പിന്നെ ഏതെങ്കിലും ഭക്ഷണങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക രീതിയിലുള്ള അലർജി പോലെയുള്ള എന്തെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ സംസാരിക്കണം ഡോക്ടറിൻ്റെ അടുത്ത്. അടുത്തതായിട്ട് മലമൂത്ര വിസർജനങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് മോഷൻ പാസ് ചെയ്യുന്നുണ്ടോ, അത് ഹാർഡ് സ്റ്റൂൾസ് ആയിട്ടാണോ പോകുന്നത്, അല്ല ഒത്തിരി ലൂസ് സ്റ്റൂൾസ് ആയിട്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര 1, 2, 3 ദിവസം കൂടുമ്പോഴാണോ പോകുന്നത്, അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതും ഡോക്ടറെ അടുത്ത് തുറന്ന് പറയേണ്ടതാകുന്നു. പിന്നെ അതുപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നിറവ്യത്യാസമോ അല്ലെങ്കിൽ റെക്കറൻ്റായിട്ട് UTI പോലെയുള്ള അസുഖങ്ങളോ മറ്റെന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതും ഡോക്ടറിൻ്റെ അടുത്ത് പറയണം. ഇത് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ആർത്തവ ചരിത്രത്തെക്കുറിച്ച് പറയണം. നമുക്ക് എന്നാണ് പീരീഡ്സ് ആയത് എന്ന് ഓർമ്മയുണ്ടെങ്കിൽ അത് പറയുക. നമുക്ക് എന്നാണ് ലാസ്റ്റ് നമുക്ക് പീരീഡ്സ് ആയത് എന്ന് വെച്ചാൽ അത് പറയുക. നമുക്ക് എത്ര ദിവസം കൂടുമ്പോഴാണ് പീരീഡ്സ് ആവുന്നത്, അതിലെന്തെങ്കിലും അബ്നോർമാലിറ്റി നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടോ, ബ്ലീഡിങ് പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡോക്ടറോട് പറയാം. എന്തെങ്കിലും അസുഖങ്ങളോ മറ്റോ എന്തെങ്കിലും പീരീഡ്സിന് മുമ്പായിട്ട് എന്തെങ്കിലും ലക്ഷണങ്ങൾ അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ട്. ചിലർക്ക് തലവേദനയാവാം, മൈഗ്രെയിൻ ആയിട്ടാവാം, അല്ലെങ്കിൽ പുറം വേദന, ക്ഷീണം, മൂഡ് സ്വിങ്സ്, അങ്ങനെ ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് നമ്മുടെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാം. അല്ലെങ്കിൽ ചിലർക്ക് പീരീഡ്സിൻ്റെ സമയത്താണ് ഈ വോമിറ്റിംഗ്, ബാക്ക് ഏക്ക് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും പറയാം. പിന്നെ ഇനി ആർത്തവവിരാമം വന്ന സ്ത്രീകളിലാണെങ്കിൽ എന്താണ് നമുക്ക് ഏത് വയസ്സിലാണ് ആർത്തവവിരാമം സംഭവിച്ചത്, പിന്നെ അതിനോട് എന്തെങ്കിലും ലക്ഷണങ്ങൾ എന്തെങ്കിലും കാണിച്ചിരുന്നോ, ഇപ്പോൾ വേറെ എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് ഡോക്ടറോട് പറയാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും മെഡിക്കേഷൻസ് എന്തെങ്കിലും നമ്മൾ കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മുമ്പ് കഴിച്ചിരുന്നോ എന്നുള്ളതാണ്. ചില ആൻറ്റിബയോട്ടിക് ഒക്കെ ആണെങ്കിൽ നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആകാതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഡോക്ടറോട് തുറന്ന് പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുടെ ഹിസ്റ്ററി വേറെ ഉണ്ടെങ്കിൽ പ്രഷർ, കൊളസ്ട്രോൾ, ഡയബറ്റിക് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ഡോക്ടറോട് പറയണം. പിന്നെ വേറൊരു കാര്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സർജിക്കൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് എത്ര കാലം മുമ്പാണെന്നുള്ള കാര്യവും പറയണം. പിന്നെ നിങ്ങളുടെ കൈവശം എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ടൊരു 3 മാസത്തിനോ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനോ 1 വർഷത്തിനുള്ളിൽ എടുത്ത് എന്തെങ്കിലും റിപ്പോർട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ കാണിക്കുന്നത് നല്ലതായിരിക്കും.
പിന്നെ നിങ്ങളുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു ഹിസ്റ്ററി എന്തെങ്കിലും ഉണ്ട്. ചിലർക്ക് ക്യാൻസർ പാരമ്പര്യമായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്, അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് മക്കൾക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഡയബറ്റിക് ആണ്, അതുപോലെ എന്തെങ്കിലും ഒരു ഇത് നിങ്ങൾ പാരമ്പര്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ അതും ഡോക്ടറുടെ അടുത്ത് പറയണം. പിന്നെ ഒരു കാര്യമുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും മെഡിസിനോട് നിങ്ങൾക്ക് പ്രത്യേക അലർജി ആയിട്ടുള്ള നിങ്ങൾ നോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും പറഞ്ഞിരിക്കണം ഒരു ഡോക്ടറുടെ അടുത്ത്. ചില മെഡിസിൻസ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചൊറിച്ചിൽ പോലെയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയണം. കാരണം നമ്മൾ അതേ അസുഖത്തിന് വീണ്ടും നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി ചെന്ന മരുന്ന് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് ഇങ്ങനെ അലർജി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ വീണ്ടും ആ മരുന്ന് തന്നെ പ്രിസ്ക്രൈബ് ചെയ്യാനും അതുവഴി നിങ്ങൾക്ക് വീണ്ടും അസുഖം കൂടാനും ചാൻസ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതും എന്തായാലും ഒരു ഡോക്ടറെ അടുത്ത് തുറന്ന് പറഞ്ഞിരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ദുശ്ശീലങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഒരു ഡോക്ടറെ അടുത്ത് പറയണം. കാരണം നമ്മൾ മരുന്ന് കഴിക്കുന്ന സമയത്ത് വീണ്ടും അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ അത്രയും നമുക്കൊരു ഫലവത്തായിട്ട് ആവൂ എന്നുള്ള കാര്യത്തിൽ ചില മെഡിസിൻസ് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതും ഡോക്ടറെ അടുത്ത് തുറന്ന് പറഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും വ്യായാമം അങ്ങനെ എന്തെങ്കിലും ജിമ്മിൽ പോകുന്നവരാണെങ്കിൽ അത്, അല്ലെങ്കിൽ എന്തെങ്കിലും യോഗ ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ച് ശീലിക്കുന്നുണ്ടെങ്കിൽ അതും ഒരു ഡോക്ടറെ അടുത്ത് പറഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും ഒരു ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ നമ്മൾ മറക്കാതെ പറഞ്ഞിരിക്കേണ്ടത്. ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് വഴി നമ്മുടെ അസുഖം പെട്ടെന്ന് ഡയഗ്നോസ് ചെയ്യാനും നമുക്ക് വേണ്ട പഥ്യങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഡോക്ടർക്ക് നിർദ്ദേശിക്കാനും സഹായിക്കും ഈ കാര്യങ്ങൾ തുറന്ന് പറയുന്നതിലൂടെ. പിന്നെ അത് മാത്രമല്ല, ഇൻ ഫ്യൂച്ചർ നമുക്ക് വേറെ പല അസുഖങ്ങൾ വരുന്നതിൽ നിന്നും നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനും നമുക്ക് സഹായകരമായിരിക്കും. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിവ് കിട്ടണമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്ത ആ ടോപ്പിക്കിനെക്കുറിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.